ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ്. ഫോളോയിങ് ആർ ദി യൂഷ്വൽ എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ്. ദേ ആർ ഇൻകം ടാക്സ് പെയ്ഡ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ് ഓൺ ലേക്കൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, expenses on income tax proceedings, that is consultation fees paid to advocates or chartered accountants for tax matters. Of these expenses, first 3 items are disallowed. അതായത് ഈ 4 എക്സ്പെൻസ് നമുക്ക് തന്നതിൽ ആദ്യത്തെ 3 ഐറ്റംസ് ബിസിനസ് പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 എക്സ്പെൻസുകൾ അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഇൻകം ടാക്സ് പെയ്ഡ്, രണ്ടാമത് വരുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ആൻഡ് തേർഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഈ 3 ഐറ്റത്തിനെയും നമ്മൾ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നാലാമത്തത് എന്താ വന്നിട്ടുള്ളത്? എക്സ്പെൻസസ് ഓഫ് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. പക്ഷേ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ അലൗഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മറന്നു പോരുത്. ഇനി അടുത്ത സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇതിനാന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് ഫോർ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. According to Section 32 AC, companies engaged in the manufacture of any article having an investment of more than 25 crore for the acquisition and installation of new plant and machinery on or after 1/4/2014 are eligible for investment allowance. Such it's subject to certain conditions. The amount of such allowance will be 15% of actual cost of new asset acquired. Such assets are to be installed on or before 31st March 2017. This allowance is an addition to the usual depreciation. The important condition to claim such an allowance is that new assets should not be sold or transferred within 5 years from the date of installation. No deduction shall be allowed for any assessment year commencing on or after 1/4/2018. അതായത് കമ്പനീസ് ആക്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 32 AC അനുസരിച്ചിട്ട് പറയുന്നത് കമ്പനീസ് എൻഗേജ് ചെയ്യുന്നത്, അതായത് എനി ആർട്ടിക്കിൾ ഹാവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മോർ ദാൻ 25 crore ഫോർ ദി അക്വിസിഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ അക്വിസിഷന് വേണ്ടിയിട്ട് 25 crore കൂടുതലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ്, അവിടെ മാനുഫാക്ചറിങ് കമ്പനീസ് ആവണമെന്നേ പറയുന്നുള്ളൂ. അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ഇൻസ്റ്റാളേഷൻ 25 crore എബോവ് ആണെങ്കിലും ആ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് 2014, അതായത് ആ 25 കോടിയിലധികമുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ആ കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 1/4/2014 ശേഷമാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസിന് എലിജിബിൾ ആണ്. സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻ. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ദി എമൗണ്ട് ഓഫ് സച്ച് അലവൻസ് വിൽ ബി 15% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് അക്വേർഡ്. ആ അലവൻസിന് എത്ര വരെയും വരുള്ളൂ? ദി എമൗണ്ട് ഓഫ് സച്ച് അലവൻസ് വിൽ ബി 15, ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 15% വരെ ആയിരിക്കും എന്ത് വരെ എമൗണ്ട് ഓഫ് അലവൻസ് ഉണ്ടാവുക. സച്ച് അസറ്റ്സ് ആർ ടു ബി ഇൻസ്റ്റാൾഡ് ഓൺ ഓർ ബിഫോർ 31st March 2017. അത് പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് 1/4/2014 മുതൽ 31/3/2017 ഇടയിലായിരിക്കണം മാസറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് പറഞ്ഞിട്ടുള്ളത്? 1/4/2014 മുതൽ 31/3/2017 വരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി. എങ്ങനെയുള്ള കമ്പനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് കമ്പനീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി. ആ പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ ഇൻസ്റ്റാളേഷൻ, അക്വിസിഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 25 crore ഓർ മോർ ആണെങ്കിൽ അവർക്ക് എന്ത് കിടക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എലിജിബിൾ ആണെന്നാണ് പറയുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് എങ്ങനെയാവാൻ പാടില്ല? 15% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് അക്യൂർഡ്. ന്യൂ അസറ്റ് അക്യൂർ ചെയ്തതിൻ്റെ 15% ആയിരിക്കും വരിക.
പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എൻ അലവൻസ്. ഈ അലവൻസ് എന്ന് പറയുന്നത് അഡീഷൻ ടു യൂഷ്വൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ആ വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ നമ്മൾ അത് സോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 1/4/2018 ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഡിഡക്ഷൻ എക്സ്പ്രസ്ലി അലൗഡ് ആസ് പെർ സെക്ഷൻ 30 to 37 ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 32 to 37 ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ആർ എക്സ്പ്രസ്ലി അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് സെക്ഷൻ 30 മുതൽ 37 വരെ അലൗഡ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഫസ്റ്റ് വൺ, എക്സ്പെൻസസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് പ്രിമൈസസ്. എനി റെൻറ്റ്, ടാക്സ്, റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഫോർ പ്രിമൈസസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, or any amount paid on account of land revenue, local taxes and municipal tax. അതായത് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റെൻറ്റ്, അതുപോലെ തന്നെ റേറ്റ്, ടാക്സ്, ഇതിനൊക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. എക്സ്പ്രസ്ലി അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. റിപ്പയർസ് ഓൺ ഇൻഷുറൻസ് ഓർ മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. ഇനി മെഷീനറിയും പ്ലാന്റ് ആൻഡ് ഫർണിച്ചറിൻ്റെയും റിപ്പയർസിന് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷനാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ വരുന്നത് അത് സെക്ഷൻ 33AB ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് പ്രോസ്പെക്റ്റിംഗ് ഫോർ ഓർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഓർ ബോത്ത് ഇൻ ഇന്ത്യ. അതിന് ഡിഡക്ഷൻ കിട്ടുന്നത് ഈ എമൗണ്ട്, അതായത് ഡെപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ 20% ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ SBIയിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിനായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടാകുക, അതിൽ രണ്ടിലും ഏതാണോ കുറവ് അത്രയും എമൗണ്ട് വരെയാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ചിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് സെക്ഷൻ 35 ആണ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റെയിൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ്. ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടും. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ എലിജിബിൾ പ്രോജക്ട്സ് ഓർ സ്കീം, സെക്ഷൻ 35AC. 100% of deduction shall be allowed in respect of expenditure incurred for a project or scheme which is meant for promoting social and economic welfare or upliftment of the public, as many as specified by the central government. Next, expenditure on specified business, section 35AD പറയുന്നത് specified business ആണ്. Any expenditure of capital nature incurred exclusively for the purpose of any specified business carried on during the previous year. അതായത് ഇവിടെ നമ്മൾ ആലോചിക്കണം, സ്പെസിഫൈഡ് ബിസിനസ്സിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആലോചിക്കണം എന്താണ് സ്പെസിഫൈഡ് ബിസിനസ്. കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ്, അങ്ങനെ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സ്പെഷ്യൽ ബിസിനസ്സിനാണ് നമ്മൾ സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിന്, ക്യാപിറ്റൽ നേച്ചറിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്. നാഷണൽ ഫണ്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ടിന് എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് ഈ രണ്ടും. ഈ ഫണ്ടിലേക്ക് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേ ചെയ്യുന്ന എമൗണ്ടിന് 100% ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്. ഇനി അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിന് എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 150% ഓഫ് എക്സ്പെൻഡിച്ചറിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെക്കാട്ടും 50% അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 150% പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇനി
ഏതെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 150% ഓഫ് ആ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, amortization ഓഫ് certain preliminary expenses. Preliminary expenses incurred by an Indian company or a non-corporate person resident in India is deductible in 5 equal installments. Expenditure on amalgamation or demerger of an Indian company. A deduction of 20% of such expenditure for each successive 5 years beginning with the year in which amalgamation or demerger taken place. Next, expenditure on voluntary retirement. Section 35 DDA. Expenditure on voluntary retirement is deductible at 20% of each 5 successive previous years beginning with the year in which expenditure was incurred. Next, expenditure on prospecting for development of minerals specified in Schedule 7. A deduction of an amount equal to 1/10 expenditure for each of the 10 successive previous years beginning with the year of commercial production. ഇനി അതർ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ പറയുന്നത് അണ്ടർ സെക്ഷൻ 36 ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ആർ അലൗവബിൾ. Insurance premium paid in respect of insurance against risk of damage or destruction of stocks used for the purpose of business or profession. Next, insurance premium for cattle paid by a federal milk cooperative society. Third one, insurance premium paid for the health of employees. Next, bonus or commission paid to employees. Next, interest on borrowed capital. Next, discount on a zero coupon bond. Next, contribution to a recognized provident fund. Next, contribution to pension scheme up to 10% of salary. Next, contribution to an approved gratuity fund. Next, sum received by employer from employee as a contribution to any provident fund or superannuation fund. Next, laws regarding animals used for the purpose of business. Next, bad debt written off as irrecoverable. Next വരുന്നത് condition for allowing deductions. According to section 37 subsection 1, a particular item of expenditure may be deductible under this head if the following conditions are satisfied. The expenditure should not be of personal nature. Next, it should not be of capital nature. Third one, it should be expended wholly or exclusively for the purpose of such business or profession. Next, it should be related to previous year concerned. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം.